عفوك إني للنور مدت يداي نزعت أسرار قلبي وجئت ألقي أساي. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ഇല്ലല്ലാഹ്. അല്ലാഹ് വഴിയോരങ്ങളിലൂടെ ചുമക്കൾ തലയിൽ തൊപ്പി വെച്ച് മക്കനെ ഇട്ട് പാഠപുസ്തകങ്ങളും പിടിച്ച് മദ്രസകളിലേക്ക് നടന്നു പോകുന്ന അതിമനോഹരമായ അനുഭവങ്ങൾ. ആ മക്കൾ അവിടെ നന്മകൾ പഠിക്കുന്നു. വീട്ടിൽ തിരിച്ചെത്തി മാതാപിതാക്കളുടെയും കുടുംബങ്ങളുടെയും മുന്നിൽ നല്ല വാചകങ്ങൾ ഉച്ചരിക്കുന്നു, നന്മകൾ ഏറ്റുപറയുന്നു, കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. എന്തൊരു ആഹ്ലാദകരമായ അനുഭവമായിരിക്കും മാതാപിതാക്കൾക്ക്, കുടുംബങ്ങൾക്ക്. നമ്മുടെ കേരളത്തിൻ്റെ ഒരു മനോഹാരിത നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന്, ഒരുപക്ഷെ പതിനായിരക്കണക്കിന് മദ്രസകൾ നമ്മുടെ രാജ്യത്ത് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നു. മതപണ്ഡിതന്മാരും ഉമറാക്കളും ഭരണാധികാരികളും മാനേജ്മെന്റുകളും ഒത്തൊരുമയുടെ അതിമനോഹരമായ വഴിത്താരകൾ തീർത്ത് സഞ്ചരിക്കുമ്പോൾ ഇതെല്ലാം പ്രാവർത്തികമാകുന്നു. ഒപ്പം അറബിക് കോളേജുകൾ, കോളേജുകൾ, ഇസ്ലാമിക് ആൻഡ് ആർട്സ് വിദ്യാലയങ്ങൾ ഏറെയാണ് നമ്മുടെ രാജ്യത്ത്. അറബ് സഹോദരന്മാർ പോലും കേരളത്തിൻ്റെ ഈ മതപഠന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന മികവാർന്ന ശോഭകൾ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ലോകം ഉറ്റുനോക്കുന്ന വലിയ വലിയ മതപണ്ഡിതന്മാരുടെ നീണ്ട നീണ്ട നിരകളാണ് നമ്മുടെ രാജ്യത്ത് അഭിമാനകരമായി നിലനിൽക്കുന്നത്. പടച്ചതമ്പുരാനെ നമുക്ക് സ്തുതിക്കാം. അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമുകൾ നമ്മുടെ ഈ രാജ്യത്ത് നിലനിർത്താൻ നമ്മുടെ പൂർവികന്മാരും ഒക്കെ അനുഷ്ഠിച്ച ത്യാഗങ്ങളും നമുക്കിവിടെ അനുസ്മരിക്കാം. യഥാർത്ഥത്തിൽ മദീനയാണല്ലോ ഇതിൻ്റെ മാതൃക. മദീനയിൽ നിന്ന് അടിച്ചു വീശിയ ഈ സുഗന്ധം, ഈ പ്രകാശം, അതെ, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, അറബ് ലോകത്തും മാത്രമല്ല, ഇതര രാഷ്ട്രങ്ങളിലുമൊക്കെ വ്യവസ്ഥാപിതമായി വിശാലമായി നിലനിൽക്കുന്നു. അൽഹംദുലില്ലാഹ്, നിലനിർത്തണം. അതിന് എല്ലാവരും കൈകോർക്കണം. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ഉത്ബോധനം ശ്രദ്ധിക്കുക. ഖു അൻഫുസക്കും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ, നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തെ തൊട്ട് കാത്ത് സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. നരകത്തിൽ പോകാതിരിക്കാനുള്ള വഴികൾ ആലോചിക്കണം, ആർജിക്കണം. ഇതാണല്ലോ ഖുർആന്റെ ഉത്ബോധനം. ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു ഈ സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണാം. അഥവാ എങ്ങനെയാണ് സ്വന്തം ശരീരത്തിന്റെ ഒപ്പം കുടുംബത്തിൻ്റെയും കൂടി ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ മതനിയമങ്ങൾ അവർക്ക് പഠിപ്പിക്കണം എന്നതാണ്. മതനിയമങ്ങൾ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഇൽമ് പഠിക്കണം, പഠിപ്പിക്കാൻ മാർഗങ്ങൾ ആവിഷ്കരിക്കണം എന്നല്ലേ. പിന്നെ അവർക്ക് സംസ്കാരങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. മറ്റൊന്ന് അല്ലാഹുവിന് വഴിപ്പെടുന്നത്, അതിൻ്റെ കാര്യങ്ങളും അനിവാര്യതയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മറ്റൊന്ന്, നിങ്ങൾ നൽകുന്ന അറിവിലൂടെ, അധ്യാപനത്തിലൂടെ പാരത്രിക ശിക്ഷകൾ വരാതിരിക്കാനുള്ള വഴികളും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. മഹാൻ തന്നെ പറയാണ്, പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നന്മകൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവരത് ചെയ്യണം. എന്നിട്ടോ മഹാൻ പറയുന്നു, അവർ അത് കണ്ടുപഠിക്കട്ടെ, അവർ ജീവിതത്തിൽ അത് പതിവാക്കട്ടെ. അതെ, മാതാപിതാക്കളിൽ നിന്നാണ് നിസ്കാരം ഉൾപ്പെടെയുള്ള മറ്റു നന്മകളൊക്കെ മക്കൾ കണ്ടുപഠിക്കേണ്ടത്. പിന്നെ പറയുന്നു, കുടുംബങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് പഠിപ്പിച്ചു കൊടുക്കണം. അതെ, നമ്മുടെ ആശയങ്ങളിൽ തന്നെ ചില ആളുകൾ വ്യതിയാനങ്ങൾ വരുത്തി പൂർവികരൊന്നും കേൾക്കാത്ത പുതിയ വാദമുഖങ്ങളുമൊക്കെയായി വരുമ്പോൾ അതല്ല ശരി. സ്വഹാബത്ത് മുതൽ പൂർവികരായ ഇമാമുമാരും സലഫു സ്വാലിഹും പിന്തുടർന്ന അഹ്ലുസുന്നയുടെ മാർഗങ്ങൾ, അത് തന്നെയാണ് ഹഖ്, അത് തന്നെയാണ് വേണ്ടത്.
എന്ന് കുടുംബങ്ങളെയും മക്കളെയും ഒക്കെ ബോധ്യപ്പെടുത്തണം. പിന്നെ വേണ്ടത് സ്വഭാവങ്ങൾ പഠിപ്പിക്കണം. അതെ, നമ്മിൽ നിന്ന് അത് കണ്ടുപിടിക്കണം എന്ന് ആദ്യം പറഞ്ഞല്ലോ. പിന്നെ വേണ്ടത് ഉപദേശങ്ങൾ, നല്ല അറിവുകളൊക്കെ കേൾക്കുമ്പോൾ അത് സ്വീകരിക്കണം എന്ന് കുടുംബങ്ങളെ പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പൊ ഇങ്ങനെയാണ് നരകത്തെ തൊട്ട് കുടുംബങ്ങളെ കാക്കേണ്ടത്. ഇതെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, അത് പഠിക്കാനുള്ള വഴികൾ നമ്മൾ തുറന്നു കൊടുക്കുമ്പോൾ, അതിന് വേണ്ടതൊക്കെ ചെയ്യുമ്പോൾ അവര് നന്മകൾ പഠിക്കും, അറിവുകൾ പഠിക്കും. എന്നിട്ട് അവർ ജീവിതത്തെ നല്ല വഴിയിൽ കോർത്തിണക്കി ക്രമീകരിച്ച് സംശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളായി മാറും. അടിസ്ഥാനപരമായി വേണ്ടത് വിജ്ഞാനം തന്നെയാണ്, അറിവ് തന്നെയാണ്. നാം ഓർക്കുന്നുണ്ടോ, നാം ഒരു ഹദീസ് പഠിക്കാൻ പോയാൽ, ഒരു വഅദ് കേൾക്കാൻ പോയാൽ, ഈ മദ്രസയിലേക്ക് ഒരു കുട്ടി പോയി അല്പം നേരം നല്ലത് കേട്ടാൽ അവിടെ കിട്ടുന്നത് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുന്നാര നാവ് കൊണ്ട് പറഞ്ഞതില്ലേ? മലക്കുകൾ അവരുടെ ചിറവ് വീടിച്ചു കൊടുക്കുകയാണ് ത്വാലിബിൽ ഇൽമി, വിജ്ഞാനം തേടിപ്പോകുന്നവർക്ക്. ദിബംബിമായ തൃബു, എന്താണ് ആ ചിറക് വീരിച്ചു കൊടുക്കുന്നത്? അതെ, അവരന്വേഷിക്കുന്ന കാര്യങ്ങളിൽ മലായിക്കത്തിന് സന്തോഷമുണ്ട്. നല്ലത് പഠിക്കാനാണല്ലോ പോകുന്നത് എന്ന്. പ്രവാചകന്റെ വാക്ക് തന്നെ എടുക്കാം, മൻ അഹബ്ബ അൻ യൻദുറ ഇലാ തഖാഇല്ലാഹി മിനന്നാർ. നരകത്തെ തൊട്ട് അല്ലാഹു മോചനം നൽകുന്ന കുറെ ആളുകൾ, അവരിലേക്ക് നോക്കാൻ നിങ്ങൾക്ക് കൊതിയുണ്ടോ, താല്പര്യമുണ്ടോ എങ്കിൽ ഫൽയൻദുർ ഇലൽ മുതഅല്ലിമീൻ, അറിവ് പഠിക്കാൻ വേണ്ടി പുറപ്പെടുന്ന വിഭാഗത്തിലേക്ക് നിങ്ങൾ നോക്കൂ. അതെ, അപ്പോൾ അറിവ് പഠിക്കാൻ പോകുന്നതിൻ്റെ മഹാത്മ്യം, ശ്രേഷ്ഠത, അനിവാര്യത ചെറുതല്ലല്ലോ. നാം ശ്രദ്ധിക്കണേ. എത്ര ത്യാഗം സഹിച്ചാലും നമ്മുടെ മക്കൾക്കെങ്കിലും ഇത് കിട്ടണം, അവർക്ക് അറിവ് നേടണം, എന്നിട്ട് അവർ കുടുംബത്തിന്റെ പ്രകാശമായി മാറണമെന്ന് രക്ഷിതാക്കൾക്കും ഉറച്ച ബോധ്യമുണ്ടാകണം. എന്തുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ സാന്ദർഭ്യം ഇപ്പോൾ സൂചിപ്പിക്കുന്നത്? വിശുദ്ധ റമദാൻ കഴിഞ്ഞു, നമ്മൾ അവധിക്കാലം എന്നൊക്കെ പറയും. ഇപ്പോൾ സ്കൂൾ അവധി തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും പഠനശാലകൾ കേരളത്തിലും നമ്മുടെ രാജ്യത്തുമൊക്കെ ഇപ്പോൾ തുറന്ന് പ്രവർത്തിച്ചു ഇല്ലേ? അപ്പൊ കുട്ടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചില ആളുകൾക്ക് മടിയന്മാര്, മക്കൾ മാത്രമല്ല മാതാപിതാക്കളും മടിയന്മാരുണ്ട് ഈ വിഷയത്തിൽ. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ഇപ്പൊ അവർ സ്കൂൾ പഠനം നടത്തട്ടെ, കോളേജിൽ പോകട്ടെ. കോളേജ് വിദ്യാഭ്യാസം നമ്മൾ എതിരല്ല, ആർട്സ് വിദ്യാഭ്യാസം എതിരല്ല. 10ാം ക്ലാസ് വരെ മക്കളെ പഠിപ്പിക്കണം, +2 പഠിപ്പിക്കണം, പിന്നെ ഡിഗ്രിക്ക് PGക്കൊക്കെ അയക്കണം. തൊഴിൽ മേഖലയിൽ ഉണ്ടാവും, അവർ ഉയർന്നു വരട്ടെ, അതിനൊന്നും മതവും എതിരല്ല. പിന്നെ പെൺകുട്ടികളെയും പഠിപ്പിക്കണം. പെൺകുട്ടികൾ പഠിക്കുമ്പോൾ മതനിയമങ്ങളൊക്കെ കർശനമായി പാലിക്കാൻ വേണ്ടി അവരെ നാം പ്രേരിപ്പിക്കേണ്ടതുണ്ട് എന്നാണ്. ഇങ്ങനെ നമ്മൾ വിജ്ഞാനം തേടി പോകുമ്പോൾ മഹത്തുക്കൾ ചില വിശദീകരിച്ച് കാണാം. 7 ബഹുമതികൾ അവരെ തേടിയെത്തുകയാണ്. അതെ, ഒരു കുട്ടി അറബി കോളേജിലേക്കോ അതല്ലെങ്കിൽ മദ്രസയിലേക്കോ വേറെ ഏതെങ്കിലും നന്മ പഠിക്കാനാണോ പോകുന്നത് എങ്കിൽ അവിടെ 7 ബഹുമതി അവരെ എത്തുകയാണ്. ഒന്ന്, യനാലു ഫളൽ മുതഅല്ലിമീൻ, മുതഅല്ലിമീങ്ങൾക്കുള്ള ശ്രേഷ്ഠത ആ കുട്ടി അതോടെ ലഭ്യമാക്കുകയാണ്. മറ്റൊന്ന്, മാദാ മജാലിസിൻ ഇൻദഹു കാന മഹ്ബൂസൻ അനി ദുനൂബി ഖത്തായ. ഒരു അധ്യാപകന്റെ, മുഅല്ലിമിന്റെ, ഉസ്താദിന്റെ അടുത്ത് അവർ ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന സമയം മറ്റു അനാവശ്യങ്ങൾ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് അവർ മോചിതരായി ഇരിക്കുന്ന നിമിഷങ്ങളാണ്. മൂന്നാമത്, ഇദാ ഫറഗ മിൻ മൻസിലിഹി തൻസിലു അലൈഹി റഹ്മ. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഈ ഇറങ്ങുന്ന അധ്യാപകരുടെ, വിജ്ഞാനം തേടി പോകുന്നവരുടെ മേൽ റഹ്മത്ത് ഇറങ്ങുകയായി. 4, ഇദാ ജലസ ഇൻദഹു. ഉസ്താദിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ അവിടെയും റഹ്മത്ത് ഇറങ്ങുന്നു, പഠിക്കുന്നവർക്കും അത് ലഭ്യമാകുന്നു. 5 കാണാം, മാദാമ മുസ്തമിയൻ. ഈ ഗുരു പറഞ്ഞു കൊടുക്കുന്ന വിജ്ഞാനം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ തുക്തബു ലഹുൽ ഹസന, നന്മ ഇങ്ങനെ എഴുതപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാഹ്. 6-മത്തത്, തഹഫു അലൈഹിമുൽ മലായിക. അത് നമ്മൾ ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞല്ലോ, ചിറക് വിരിച്ചു എന്നതുപോലെ ഇവിടെ ഇരിക്കുമ്പോഴും ആ മുതഅല്ലിമിന് അതേ മലക്കുകളുടെ അകമ്പടിയും സാന്നിധ്യവും ലഭിക്കുകയാണ്. 7-മത് കാണാം, കുല്ലു ഖദമിൻ യർഫഉഹു വയളഉഹു. ഓരോ ചവിട്ടടിയും ഇവർ വിജ്ഞാനം തേടി പോകുമ്പോൾ കാല് ഉയർത്തുന്നു, കാല് മാറ്റിവെക്കുന്നു. ഇതൊക്കെ യകൂനു കഫാറത്തൻ ലിദുനൂബി, അവരൊക്കെ ഇത് ദോഷം പൊറുക്കാൻ കാരണമായി തീരുകയാണ്. അതെ, പാപമോചനം കിട്ടുന്നു.
ജീവിതം സംശുദ്ധമാകും. കഫാറത്തുൻ ലിദുനൂബി വറഫ്അൻ ലിദറജാത്ത്, അതുവഴി ദർജ ഉയരുന്നു. ആ ചവിട്ടടികൾ ഇങ്ങനെ ഉയർത്തുന്നു മാറ്റിവെക്കുമ്പോൾ. വസിയാത്തം ഫിൽ ഹസനാത്തി, അവിടെ നന്മകളുടെ വർധനവും ലഭ്യമാകുന്നു. ഇത്തരമൊക്കെ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്ന ഒരു അതിമഹത്തായ വഴിധാരയാണ്, മാർഗമാണ് മതവിജ്ഞാനത്തിൻ്റെ മാർഗങ്ങൾ പ്രവേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ മദ്രസകളൊക്കെ തുറന്ന് പ്രവർത്തിച്ച അവസരോചിതം എന്ന നിലയ്ക്ക് ഒന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്, കുട്ടികളുടെ ഭാവി മെച്ചപ്പെടുത്തി ദുനിയാവിൽ മാത്രമല്ല, ദുനിയാവിൽ എന്തായാലും നന്നാവണം, ആ നന്മ ആഖിറത്തിലേക്കാണ്. അതെ, ഈ രക്ഷിതാക്കളെയും ഈ കുട്ടി നന്മയുടെ വഴിത്താരയിൽ നയിച്ച് നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ മുന്നിൽ അവർക്ക് പറയണമല്ലോ. ഇപ്പൊ ഖുർആൻ പറഞ്ഞു, റബ്ബി റഹ്മഹുമാ കമാ റബ്ബിയാനി സഗീറ, ഞങ്ങൾ ചെറുപ്പകാലത്ത് ഞങ്ങൾക്ക് കിർഫ ചെയ്ത് വളർത്തിയതുപോലെ ഞങ്ങളുടെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും കിർഫ കൊടുക്കണമേ, റഹ്മത്ത് കൊടുക്കണമേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടില്ലേ? മക്കളത് ചെയ്യണമെങ്കിൽ അവർക്ക് ഇൽമും വേണ്ടേ? ഏത് മേഖലയിലും പ്രവേശിക്കുമ്പോൾ അവിടെയെല്ലാം സൂക്ഷ്മ പുലർത്തണമെങ്കിൽ വിജ്ഞാനം തേടണം. തെരഞ്ഞെടുപ്പ് വരികയാണ്, വോട്ടിന് സമയമാണ്, സ്ഥാനാർത്ഥികൾ വരും, ഓരോരുത്തരും പ്രചരണത്തിലിറങ്ങും. എന്ന് വിചാരിച്ച് തോന്നിവാസം പറയാമോ, നുണ പറയാമോ, കളവ് പറയാമോ, ഇല്ലാത്തത് പറയാമോ, വഞ്ചന ചെയ്യാമോ? പാടില്ല എന്ന് അറിയണമെങ്കിൽ വിജ്ഞാനം വേണം, അറിവ് വേണം. നല്ല അറിവ് കിട്ടിയ ഒരാള് മത്സരിക്കാൻ നിൽക്കുകയാണെങ്കിൽ സ്ഥാനാർത്ഥി എന്ന് പറയാൻ തന്നെ അവനക്ക് പേടിയുണ്ടാവും. കാരണം സ്ഥാനം ആഗ്രഹിക്കുന്ന ആളെന്നാ സ്ഥാനാർത്ഥി അർത്ഥം. സ്ഥാനം കൊതിക്കാൻ പാടില്ലെന്നല്ലേ മതം പറയുന്നത്. അപ്പൊ ഇനി അഥവാ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇറങ്ങിയാൽ തന്നെ എതിർ സ്ഥാനാർത്ഥി അവൻ നുണ പറയില്ല, കുറ്റം പറയില്ല, ഇല്ലാത്ത നുണ പ്രചരിപ്പിച്ച് വോട്ട് തേടില്ല. കാരണം ഇതെല്ലാം എൻ്റെ സൃഷ്ടിനാഥൻ അറിയുന്നുണ്ട്, നാളെ എന്നോട് ചോദ്യം ചെയ്യുമെന്ന് അവർക്ക് ഭയമുണ്ടാകുമല്ലോ. അപ്പൊ തെരഞ്ഞെടുപ്പ് മേഖലയിലായാലും നമുക്കൊക്കെ സൂക്ഷ്മത പുലർത്താൻ വിജ്ഞാനം ആവശ്യമാണ്. ഈ അടുത്ത് നമ്മുടെ ഉസ്താദ്മാരെ ഉലമാക്കളുടെ അഭ്യർത്ഥന ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പ് രംഗമാണ്, സൂക്ഷ്മത പാലിക്കണം വിശ്വാസികളെന്ന്. അതെ, ഏത് മേഖലയിലും സൂക്ഷ്മതകൾ പാലിച്ച് സംസാരത്തിലും പ്രവൃത്തിയിലും വളരെ ജാഗ്രത പാലിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ഇവിടെ ജീവിക്കണം. നാളെ പരലോകത്ത് വിജയികളാകണം. അങ്ങനെ വിജയികളാകണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മുടെ കൈവശം ഉണ്ടാക്കേണ്ടത് പടച്ചതമ്പുരാനെ കുറിച്ചുള്ള അറിവും ഓർമ്മയുമാണ്. ഈ ഒരു മാർഗത്തിൽ എത്ര സാഹസം സഹിച്ചാലും പിന്നോട്ട് നിൽക്കാതെ വൈജ്ഞാനിക വിധിയിൽ നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. ജഗന്യന്തവായ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.